2025 ജനുവരി 27 നെന്മാറ നടുങ്ങി വിറച്ച ദിനം. അന്നാണ് പോത്തുണ്ടി ബോയൻ കോളനിയിൽ ലക്ഷ്മിയെയും മകൻ സുധാകരനെയും അയൽവാസിയായ ചെന്താമര ഒരു ഭ്രാന്തനെ പോലെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 5 വർഷമായി പോത്തുണ്ടിക്കാർ ഭയന്ന് വിറച്ച പേടിച്ചിരുന്ന കാര്യമാണ് അന്ന് നടന്നത്. കാരണം ഈ ചെന്താമര എന്ന് പറയുന്നയാൾ അസലൊരു സൈക്കോയായിരുന്നു. ഈ സൈക്കോയെ കൊണ്ട് ഈ നാട് പൊറുതിമുട്ടിയിരുന്നു. ഏറ്റവും ഭയന്നിരുന്നത് സുധാകരന്റെ മകൾ തന്നെ. കാരണം 2019 അമ്മ സജിതയെ ഈ മകൾക്ക് നഷ്ടപ്പെട്ടത്. അതിന് കാരണമായതും ഇതേ സൈക്കോ ചെന്താമര. 2 മാസം മുമ്പാണ് പ്രതിയായ ചെന്താമര ജാമ്യത്തിലിറങ്ങിയത്. ചെന്താമര മുമ്പ് പലതവണ ഈ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. തമിഴ്നാട്ടിൽ ഡ്രൈവറാണ് മരിച്ച സുധാകരന്റെ മകൾ ചെന്താമരയെ പിടിച്ച് ഈ വീട്ടിലേക്ക് വരാറേയില്ല. പക്ഷെ ഇക്കുറി സുധാകരൻ നാട്ടിലെത്തിയതാണെങ്കിൽ ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനും. ചെന്താമര നാട്ടിലുണ്ടെന്നറിഞ്ഞിട്ടും സുധാകരൻ നാട്ടിലെത്തിയത് അത് അത്രമേൽ ഒഴിവാക്കാനാകാത്ത ആവശ്യമായതുകൊണ്ടായിരുന്നു. കൂടാതെ ചെന്താമര ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ കഴിഞ്ഞ ഡിസംബർ 29 സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ ഇവർ പരാതിയും നൽകി. എന്നാൽ പോലീസ് പരാതി കാര്യമാക്കിയില്ല എന്നത് ഈ കൊലപാതകങ്ങളിലൂടെ വ്യക്തം. എന്തിനാണ് ചെന്താമര ഒരു ഭ്രാന്തനായത്? എന്തിനാണ് ഇവരെ കൊന്നു തള്ളിയത്? എന്തിനാണ് ആ പെൺകുട്ടിയെ മാത്രം ബാക്കി വെച്ചത്? അതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അതിലേക്കാണ് ഇന്നത്തെ യാത്ര. ചെന്താമര പണ്ടേ ഒരു സൈക്കോ ആയിരുന്നു എന്ന് വേണം കരുതാൻ. പ്രണയിച്ച വിവാഹം കഴിച്ചയാളാണ് ചെന്താമര. സത്യത്തിൽ അസ്ഥിക്ക് പിടിച്ച പ്രണയം. പ്രണയിനിയെ തന്നെ വിവാഹം കഴിച്ച് ജീവിതം ആരംഭിച്ച ചെന്താമര പക്ഷേ കടുത്ത അന്ധവിശ്വാസിയും സംശയരോഗിയുമായിരുന്നു. മക്കളായിട്ടും ചെന്താമരയുടെ സംശയരോഗവും അന്ധവിശ്വാസത്തെയും തുടർന്നുള്ള തർക്കം കൂടി വന്നു. പലപ്പോഴും ഭാര്യയെ തല്ലി അവശയാക്കുമായിരുന്നു ചെന്താമര. വല്ലാതെ അതിൻ്റെ പേരിൽ അവരെ ഉപദ്രവിച്ചു. അപ്പോഴെല്ലാം ആ ഭാര്യയ്ക്കും മക്കൾക്കും ആശ്വാസവുമായി എത്തിയത് ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബമായിരുന്നു. ഇപ്പോൾ ചെന്താമര ഇല്ലാതെയാക്കിയ സുധാകരന്റെ കുടുംബം. ഒരു ദിനം ഭാര്യയും മക്കളും ഈ കൊള്ളരുതായ്മകളെല്ലാം അടുത്ത് ഇറങ്ങിപ്പോയി. ചെന്താമര ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ നീക്കം നടത്തി. ചെന്ന് കണ്ട് മാപ്പ് പറഞ്ഞു നോക്കി. ഭാര്യയും മക്കളും വന്നില്ല. ഇതോടെയാണ് ചെന്താമരയിലെ സൈക്കോ ഉണരുന്നത്. ഇതോടെ കടുത്ത അന്ധവിശ്വാസിയായ ഇയാൾ ഒരു ജ്യോതിഷന്റെ അടുത്തേക്ക് പോകുകയാണ്. പല ജ്യോതിഷന്മാരിൽ നിന്നുള്ള അഭിപ്രായമൊക്കെ നോക്കിയെങ്കിലും തൃപ്തനായില്ല. ഒടുവിലൊരു മഷിനോട്ടക്കാരന്റെ അടുത്തെത്തി. ഇയാളാണ് ചെന്താമരയോട് ഭാര്യയും മക്കളും ഇട്ടേച്ചു പോകാൻ കാരണം മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയും കുടുംബവുമാണെന്ന് പറയുന്നത്. അവർ കൂടോത്രം ചെയ്തത് കൊണ്ടാണത്രേ ചെന്താമരയുടെ ഭാര്യയും മക്കളും ഇട്ടേച്ചു പോയത്. ഇനി അവർ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. കൂടോത്രത്തിലൊക്കെ ചെന്താമരയ്ക്ക് വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ മഷിനോട്ടക്കാരൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചു. കൂടാതെ ഈ മഷിനോട്ടക്കാരൻ ചില സൂചനകളും നൽകി. ഈ സൂചനകളെല്ലാം വച്ച് മുടി നീട്ടി വളർത്തിയ സ്ത്രീകളെ നിരീക്ഷിച്ചു. ആ നിരീക്ഷണം ചെന്നെത്തിയത് സുധാകരന്റെ ഭാര്യ സജിതയിലേക്കായിരുന്നു. നോട്ടമിട്ട സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ മുടി ഉണ്ടായിരുന്നതും മഷിനോട്ടക്കാരൻ പറഞ്ഞ സകല സൂചനകളും ചെന്ന് ഒരുമിക്കുന്നതും സുധാകരന്റെ ഭാര്യ സജിതയിലായിരുന്നു. മാത്രമല്ല തൻ്റെ ഭാര്യയുടെ അടുത്ത് ആശ്വാസവാക്കുകളുമായി എത്തിയതും ഇതേ സജിതയും കുടുംബവും. ഇതോടെ ചെന്താമര ഉറപ്പിച്ചു, സജിത തന്നെയാണ് തൻ്റെ കുടുംബം തകർത്ത് ഇല്ലാതെയാക്കിയത്. ഇവളെ തീർക്കണം. തൻ്റെ കുടുംബം ഇല്ലാതാക്കിയ സജിത കുടുംബത്തോടൊപ്പം ജീവിക്കണ്ട. അവനെയും കുടുംബത്തെയും ഒരുപോലെ ഇല്ലാതെയാക്കണം. അങ്ങനെ ആ ഒരു ദിവസത്തിനായി ചെന്താമര കാത്തിരുന്നു. ആ ദിവസം വന്നെത്തി. 2019 ഓഗസ്റ്റ് 31. അന്ന് സജിതയുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. സജിതയുടെ മക്കൾ സ്കൂളിൽ പോയി. സുധാകരൻ അന്ന് തിരുപ്പൂരിലായിരുന്നു ജോലി. ആ ദിവസം ചെന്താമര ആരും അറിയാതെ വീട്ടിലേക്ക് കയറി ചെന്നു. കിടപ്പുമുറിയിലായിരുന്ന സജിതയെ നിർദാക്ഷിണ്യം തലങ്ങും വിലങ്ങും വെട്ടിക്കൊന്നു. കൊലപാതക ശേഷം ഇയാൾ പോത്തുണ്ടി നെല്ലിയാമ്പതി മേഖലയിലെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും പോലീസിന്റെ പരിശോധനയിൽ പിടികൂടി. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ പുറത്തിറങ്ങിയപ്പോഴാണ് 2019 സെപ്റ്റംബർ 3 ഇയാളെ പിടികൂടുന്നത്.
സജിതയെ കൊന്ന ശേഷം ഒളിവിൽ പോയ പ്രതിയെ തുടക്കത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അരക്കമലയിലും പരിസര പ്രദേശങ്ങളിലും വനത്തിലുമായി പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. അന്ന് കാടിനുള്ളിലെ ഒളിത്താവളം വിട്ട് പുറത്തിറങ്ങുന്നതിനിടെയാണ് അന്വേഷണ സംഘം ചെന്താമരയെ പിടികൂടുന്നത്. സജിതയോടുള്ള വൈരാഗ്യം വീട്ടുകാരോടും ഇയാൾ വെച്ചു പുലർത്തി. സജിതയെ കൊന്ന അതേ രീതിയിലാണ് അതേ വീടിന്റെ മുന്നിലിട്ട് അവരുടെ ഭർത്താവിനെയും ഓടിയെത്തിയ അമ്മയെയും വകവരുത്തിയത്. ഇതിന്റെ ആഘാതം ഇനിയും നാട്ടുകാർക്ക് വിട്ടുമാറിയിട്ടില്ല. ഇയാളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആ നാട്ടുകാർക്ക് സജിതയുടെ കൊലപാതക ശേഷം പേടിയായിരുന്നു. വല്ലാത്ത ഒരു തരം സൈക്കോയായിരുന്നു ചെന്താമരയെന്ന് അവർ പറയുന്നു. പുതിയ വസ്ത്രമിട്ട് വീടിന് മുന്നിലൂടെ പോയാൽ കൊടുവാളുമായി ഇയാൾ ഇറങ്ങി വരും. വീട്ടിലേക്ക് ആരെങ്കിലും ഒന്ന് നോക്കിപ്പോയാൽ ഉടനെ വധഭീഷണി മുഴക്കും. ആരെങ്കിലും അവിടെ ചെന്നൊന്ന് ഫോൺ ചെയ്താലോ ചെന്താമര അക്രമാസക്തനാവും. വിശപ്പ് സഹിച്ചു നിൽക്കുന്നയാളുമല്ല ഇയാൾ. വിശന്നാലും ഭ്രാന്തനായി മാറുമെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തായാലും ഇയാൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന ഒരു പക്ക സൈക്കോ ക്രിമിനൽ തന്നെയായിരുന്നു. ഇയാളെയാണ് പോലീസ് വിളിച്ച് ഉപദേശിച്ച് വിട്ടത് എന്നോർക്കുമ്പോൾ ഹൃദയം മരവിച്ചു പോകുന്നു. സുധാകരനും മകളും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കരഞ്ഞു പറഞ്ഞിരുന്നു ഇയാൾ തങ്ങളെ കൊല്ലുമെന്ന്. പരാതിയും നൽകി. എന്നാൽ പോലീസ് ആ സൈക്കോ പ്രതിയെ വിളിച്ച് ഉപദേശിച്ചു വിട്ടു. പോലീസ് സ്റ്റേഷനിൽ കയറാൻ കൂട്ടാക്കാതെ പ്രതിയുടെ മുന്നിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ ഇറങ്ങി വന്ന അവസ്ഥയുമുണ്ടായി. അത്രമേൽ അനങ്ങാപ്പാറ നയം കാണിച്ച പോലീസിനോട് എന്ത് പറയാൻ? ജയിലിലായിരുന്ന ഇയാൾ പുറത്തിറങ്ങിയതോടെ നാട്ടുകാർ ആകെ ഭയപ്പാടിലായിരുന്നു. കൃത്യമായ ആസൂത്രണമാണ് ചെന്താമര ജയിലിൽ വെച്ച് നടത്തിയത്. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ചെന്താമര ഒരു വടിയിൽ വെട്ടുകത്തി വച്ചുകെട്ടിയതിനു ശേഷമാണ് സുധാകരനെ ആക്രമിച്ചത്. കൊല്ലാൻ ഉറച്ചുള്ള നീക്കങ്ങളായിരുന്നു ചെന്താമര നടത്തിയത് മുഴുവൻ. ഇയാളുടെ വീടിന്റെ അലമാരയിൽ നിന്നും പോലീസ് വടിവാളും കണ്ടെത്തി. സംഭവ ദിവസം രാവിലെ 10 മണിയോടെയായിരുന്നു നെന്മാറയെ നടുക്കിയ ഇരട്ട കൊലപാതകം. സംഭവ ദിവസം സുധാകരൻ സ്കൂട്ടറിൽ വരുമ്പോൾ മറഞ്ഞിരുന്ന പ്രതി വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടി വീഴ്ത്തുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ സുധാകരന്റെ അമ്മയെയും ഇയാൾ ആഞ്ഞു വെട്ടി. രണ്ടുപേരും സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്നു. ശത്രുവിന്റെ അടുത്തെത്താതെ ദൂരെ നിന്നും വെട്ടാനായിരുന്നു വടിയിൽ വെട്ടുകത്തി കെട്ടിയത്. ഇതിലൂടെ ചെന്താമരയെ പ്രതിരോധിക്കാൻ സുധാകരന് കഴിയാത്ത അവസ്ഥ വന്നു. സുധാകരന്റെ ശരീരത്തിൽ 8 വെട്ടുകളുണ്ടെന്നാണ് റിപ്പോർട്ട്. കൈയിലും കാലിലും കഴുത്തിലും തലയിലുമാണ് വെട്ടേറ്റിരിക്കുന്നത്. വലത് കൈ അറ്റു നീങ്ങി. കഴുത്തിന്റെ പിറകിലെ വെട്ട് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആദ്യത്തെ വെട്ടേറ്റിരിക്കുന്നത് കാലിന്റെ മുട്ടിനാണ്. സുധാകരന്റെ അമ്മ ലക്ഷ്മിയുടെ ശരീരത്തിൽ 12 വെട്ടുകളാണുള്ളത്. ലക്ഷ്മിയുടെ ശരീരത്തിലുള്ളത് അതിക്രൂരമായ ആക്രമണത്തിന്റെ മുറിവുകൾ. കണ്ണിൽ നിന്നും ചെവി വരെ നീളുന്ന ആഴത്തിലുള്ള മുറിവുണ്ട് ഇവരുടെ ശരീരത്തിൽ. ഇതാണ് മരണത്തിന് കാരണമായതും. വടിയിൽ കെട്ടിയ വെട്ടുകത്തി കൊണ്ടുള്ള ആഞ്ഞു വെട്ടിലാണ് കഴുത്തിന്റെ പിറകിൽ വലിയ മുറിവുണ്ടായത്. കാലിന്റെ മുട്ടിന് വെട്ടുകൊള്ളാൻ കാരണവും ആയുധത്തിന്റെ നീളക്കൂടുതൽ തന്നെയാണ്. വ്യക്തമായ പദ്ധതിയോടെയാണ് ഓരോ വെട്ടും ചെന്താമര വെട്ടിയതെന്നാണ് ഇതിൽ തെളിയുന്നത്. ഇരയെ കാൽമുട്ടിന് താഴെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് കരടിയുടെ തന്ത്രമാണ്. കാലുണ്ടെങ്കിലേ ഇര ഓടി രക്ഷപ്പെടൂ എന്ന അറിവിൽ തന്നെയാണ് ഈ ആക്രമണം. ഇവിടെ സുധാകരനെതിരെയും ചെന്താമര ഇതേ തന്ത്രം തന്നെയാണ് പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ചെന്താമരയുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ പോലും സുധാകരന് കഴിഞ്ഞില്ല. മകന്റെ നിലവിളി കേട്ടെത്തിയ ആ അമ്മ ലക്ഷ്മിയെയും ക്രൂരമായി തന്നെ ചെന്താമര ആക്രമിച്ചു. ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ മാത്രമാണോ പോലീസ് വിജിലന്റ് ആകേണ്ടത്? അല്ലെങ്കിൽ തന്നെ ചെന്താമരയുടെ വീട്ടിൽ ചെന്ന് അയാളെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ അയാൾ ചോദിച്ചതുപോലും ഞെട്ടിക്കുന്ന കാര്യമാണ്. എന്താ സാറേ, ഞാൻ വസ്ത്രം വല്ലതും എടുക്കണോ? തുടർന്ന് പോലീസ് ഇയാളുടെ തോളിൽ തട്ടിയാണ് പറയുന്നത്, ഇല്ല, താനൊന്ന് വന്നിട്ട് പോകൂ എന്ന്. ഇങ്ങനെയാണോ പോലീസ് വിജിലന്റ് ആകേണ്ടത്? തന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ടത് ആ കുട്ടിക്കാണ്, സുധാകരന്റെ മകൾക്ക്. ഈ നിഷ്ക്രിയമായ ഇടപെടൽ മൂലം അവൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ ഇവർക്ക് കഴിയുമോ? ഇനിയെങ്കിലും ഈ പോലീസ് സംവിധാനം മെച്ചപ്പെട്ടതാകുമോ?